നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മളെന്നും പറയുന്ന പോലെ ഒരു പ്രധാന കാര്യം പറയുകയാണ്. നമ്മളുടെ പൂജ രാവിലെ 4:30 മുതൽ 6 മണി വരെയാണ്. ആ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനതീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് ശനിദോഷം 2025 ചില നക്ഷത്രക്കാർക്ക് ഉണ്ടാവില്ല. ശനിയുടെ അപഹാരമൊന്നും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പ്രശ്നമാവില്ല. ഇവരുടെ ജീവിതത്തിൽ വെച്ചടി ഉയരത്തിലേക്ക് പോകുന്നതായിരിക്കും. സാമ്പത്തികമായിട്ടും ദാമ്പത്യപരമായിട്ടുമൊക്കെ വളരെയധികം ഉന്നതി നേടുന്നതായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഈ നക്ഷത്രക്കാർ ഉന്നത തലത്തിലേക്ക് പോകുന്നതാണ്. ഈ വേദജ്യോതിഷപ്രകാരം ശനി ദോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നതാണ്. പലപ്പോഴും കർമ്മത്തിനനുസരിച്ച് ഫലം നൽകുന്നതിനാൽ നമ്മുടെ കർമ്മത്തെയും ഇത് സ്വാധീനിക്കുന്നുണ്ട് ഈ സമയത്ത്. എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് 2025 അവരുടെ ശനിദോഷത്തിന് അവസാനമായി എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ശനിദോഷത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല. ജീവിതത്തിൽ തകിടം മറിയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സംഭവം ഉണ്ടാവാം. വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്ന് വേണ്ട പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവുന്നുണ്ട്. 2025 ചില ഗ്രഹങ്ങളുടെ മാറ്റം കാരണം 5 നക്ഷത്രക്കാർക്കാണ് ഈ ശനിയുടെ ദോഷമില്ലാതാവുന്നത്, ആ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. അവരാരൊക്കെയെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ശനിയുടെ ദോഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കാം. നിങ്ങളിൽ ശനി ബാധിച്ചാൽ അതിന് വേണ്ട പരിഹാരം കാണുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശനിദേവനെ ആരാധിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. അത് മാത്രമല്ല, ശനിദേവന് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തി അനുഗ്രഹം തേടണം. വലിയ പൂജകളൊന്നും ഇതിനായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കറുത്ത എള്ള്, കടുകെണ്ണ, വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ശനിയുടെ ദോഷങ്ങളെ കുറയ്ക്കുന്നതാണ്. ശനിയുടെ അപഹാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശനിദേവനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആ 5 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് പൂയം നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ശനിയുടെ ദോഷഫലങ്ങൾക്ക് നിങ്ങൾക്ക് അവസാനമായി. കൂടാതെ എല്ലാ ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ ശനി സംരക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി വരികയാണ്. ആ പോസിറ്റീവ് എനർജി ദോഷങ്ങളെപ്പോലും ഗുണങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്ന് നിറയുന്നതാണ്. ഇതിനായിട്ട് ശനിദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്കാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ് ഇവരെ ഭരിക്കുന്നത്. ഇവരിലും ശനി ദോഷങ്ങളുടെ അവസാനമായി എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് ഈ 2025 നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും ജീവിതത്തിലെ ശനി നിങ്ങളിൽ പ്രദാനം ചെയ്യുന്നുണ്ട്. ശനിയുടെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ട്. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങൾ മുന്നേറുന്നുണ്ട്. വാഹനം, വീട് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ട്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശനിദേവനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അനിഴം നക്ഷത്രക്കാർക്കാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ശനിയുടെ ദോഷഫലങ്ങൾക്ക് അവസാനം കുറിക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം 2025. നിങ്ങൾ ഈ 2025 വിജയം കൈവരിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം വളരെ മികച്ചതായിട്ട് മാറുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നിങ്ങൾ വളരെയധികം മുന്നേറുന്നുണ്ട്. ഒന്നിലധികം ഭവനങ്ങളൊക്കെ ഈ വർഷം വാങ്ങിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾക്ക് നിസ്സാരവൽക്കരിച്ച് കാണുവാൻ കഴിയുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ശനിദേവൻ കൊണ്ടുവന്ന് തരുന്നതാണ്. ശനിയെ പ്രാർത്ഥിക്കുക, ശനിദേവനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് മകം നക്ഷത്രക്കാർക്കാണ്. മകം നക്ഷത്രത്തെ ഭരിക്കുന്നത് കേതുവാണ്. ഇവർക്കും ഈ 2025 വർഷം ശനിയുടെ ദോഷഫലങ്ങൾ ഇല്ലാതാവുകയാണ്. നിങ്ങൾക്ക് ഈ 2025 നേതൃബോധവും അധികാരബോധവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ശനിയുടെ സ്വാധീനത്തിൽ എല്ലാ ദോഷഫലങ്ങളും മാറി അതിന്
വളരെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നതാണ്. കൂടാതെ നിങ്ങൾ പ്രശസ്തിയിലേക്കൊക്കെ ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ 2025. ഇതിനെല്ലാം ശനിദേവനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്ത ഒരു നക്ഷത്രമാണ് രേവതി. രേവതി നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. രേവതി നക്ഷത്രക്കാർ ശനിയുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് 2025. ഇവരെ ഭരിക്കുന്നത് ബുധനാണ്. ഈ സമയം ഓരോ നക്ഷത്രക്കാർക്കും ഈ സമയം നിങ്ങൾക്ക് അഭിവൃദ്ധി, ജ്ഞാനം, ആത്മീയ വളർച്ച എന്നിവയെല്ലാം ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ജീവിതം സന്തോഷവും വളരെയധികം സംതൃപ്തിയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികവുമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങൾ വളരെയധികം തൃപ്തം ആകുന്ന ഒരു സമയമാണ്. ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ ശനിദേവനെ പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന കഷ്ടതകളെല്ലാം മാറുവാനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ. പ്രാർത്ഥനയില്ലാത്ത ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും, മനസ്സമാധാനം ഉണ്ടാവാത്ത ജീവിതമായിരിക്കും. അപ്പോൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.